വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യ വ്യക്തികളെ, ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ടും ക്ലാസ് നയിക്കാനായിട്ട് വന്ന എക്സൈസ് പ്രൊവിൻസ് ഓഫീസറായിട്ടുള്ള ശ്രീ എസ് രതീഷ് കുമാർ സാർ, ഈ നവോദയ കലാകായിക വേദിയുടെ എല്ലാമായിട്ടുള്ള ബിജു കൃഷ്ണൻ സാർ, ഇവിടുത്തെ ഈ ക്ലബിൻ്റെ തന്നെ ബാക്കിയുള്ള ഭാരവാഹികൾ, ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു യോഗത്തിൽ ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ അധികമൊന്നും നിർമ്മിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ സാറ് രതീഷ് കുമാർ സാറ് വളരെ രസകരമായിട്ട്, വളരെ കാവ്യാത്മകമായിട്ട്, സിമ്പിളായിട്ട് ലഹരിയെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒക്കെ തൻ്റെ അനുഭവത്തിൽ നിന്ന്, തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പല അനുഭവങ്ങളിൽ നിന്നൊക്കെ വളരെ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മറക്കാൻ പറ്റാത്ത രീതിയിൽ പല കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കുവാനും, അത് ഞാൻ വിചാരിക്കുന്നത് പല എക്സാമ്പിൾസും പല ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഞാൻ ഒരു മൂന്നാല് കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളോട് ഒരിക്കൽ കൂടെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഡോക്ടർ എന്ന നിലയിൽ ഒരു മൂന്നാല് കാര്യങ്ങളും കൂടെ നിങ്ങളോടൊന്ന് ഓർപ്പിച്ചുകൊണ്ട് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ അടിവരെ ഇടാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ ലഹരി, ഇപ്പോൾ സാറ് തന്നെ ലഹരിക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വളരെ എഫക്റ്റീവായിട്ടൊരു ഡെഫിനിഷൻ, ഞങ്ങൾ സൈക്യാട്രിസ്റ്റുകളൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് വലിയ കടിച്ചപ്പെടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ഒത്തിരി വലിയ ഡെഫിനിഷൻസ് ഒക്കെ പറയുന്ന ആൾക്കാർ. എന്നാൽ രതീഷ് കുമാർ സാർ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ ആദ്യം ലഹരിയെക്കുറിച്ച് പറഞ്ഞു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മളെ മാനസികമായും ശാരീരികമായും കീഴ്പ്പെടുത്തുന്നത് എന്താണോ അതാണ് ലഹരി എന്നുള്ളൊരു കാര്യം സാറത് സിമ്പിളായിട്ട് പറഞ്ഞു. അതായത് അത് എന്തുമാകാം, നമ്മൾ അതിൽ ചില നല്ല ലഹരികൾ എന്നുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാം. അതായത് നമ്മൾക്ക് കലാകായിക വിനോദങ്ങൾ, അതുപോലെയൊക്കെയുള്ള ചില നല്ല ലഹരി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും എല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ നിന്ദാകരമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുമുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ യുവാക്കളാവട്ടെ, മധ്യവയസ്കരാവട്ടെ, ഈവൻ പ്രായം ചെന്നവരാകട്ടെ, പലരും ഈ ലഹരിക്ക് പിന്നാലെ പോകുന്നതിന് കാര്യം എന്തായിരിക്കാം? പല പല കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇന്ന് മനുഷ്യർക്ക് ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ സന്തോഷമില്ല, സമാധാനമില്ല. എന്തൊക്കെയില്ലാത്ത? സന്തോഷമില്ല, സമാധാനമില്ല. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി എന്തിൻ്റെയെങ്കിലുമൊക്കെ പിന്നാലെ പോകണം. അപ്പം യുവാക്കള് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള കോണ്ടാക്ട്സിലൂടെ അവര് സമൂഹത്തില് ചില ആൾക്കാര്, അവരുടെ മുതിർന്നവരായിട്ടുള്ള ആൾക്കാർ ചെയ്ത് കണ്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ അവർക്ക് ചില മനസ്സിന്റെ ചില പ്രയാസങ്ങള്, ചില വിഷാദം, ഡിപ്രഷൻ, അല്ലെങ്കിൽ ചില മാനസിക സമ്മർദ്ദം, അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒന്നിനൊരു സമാധാനമില്ല, ഉറക്കം കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര ടെൻഷൻ, വെപ്രാളം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് പലരും ഇവരെ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ഒരു ലഹരി എന്ന് പറയുമ്പോൾ സാർ തന്നെ പറഞ്ഞു, മദ്യമുണ്ട്, പുകവലി, പിന്നെ ഹാൻഡ്സ്, കൂള് എന്നൊക്കെ പറഞ്ഞുള്ള പുകയിലെ ഉൽപ്പന്നങ്ങളുണ്ട്. കുപ്പിച്ചിലൊക്കെ ചേർത്ത് പിടിച്ച് പില്ലോ രൂപത്തിലൊക്കെ കിട്ടുന്ന കൂളെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഹാൻഡ്സിന്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേട്ട് കാണും. പിന്നെ പാൻപരാഗ്, അങ്ങനെയൊക്കെയുള്ള പല ലഹരി വസ്തുക്കൾ, പിന്നെ കഞ്ചാവ്, MDMA, LSD എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ ചില ഉറക്ക ഗുളികകളോ അതുപോലെയൊക്കെയുള്ള ചില വേദന സംഹാരികളോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുത്തിവെക്കുകയോ ശ്വസിക്കുകയോ മണക്കുകയോ ഒക്കെ ചെയ്ത് മനസ്സിന് ആ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സോക്കോൾഡ് ഒരു തഥാഗതിക സന്തോഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സന്തോഷമല്ല, എന്നാൽ തൽക്കാലത്തേക്കുള്ളൊരു സന്തോഷം, തൽക്കാലത്തേക്ക് ഒരു കിക്ക് കിട്ടാൻ. ഇപ്പൊ പലരും മദ്യപിക്കുന്നതിന് കാരണം അവർക്ക് വേറെ ഒന്നിനും ഒരു സമാധാനമില്ല. അപ്പോൾ വീട്ടിലൊരു വല്ലാത്തൊരു പ്രയാസം നടന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തൊരു ഇത് നടന്നു. അപ്പൊ അങ്ങനെ ഒരു മനസ്സിന്റെ സമ്മർദ്ദം അതിജീവിക്കാൻ വേണ്ടി എത്രയോ ആരോഗ്യകരമായ ഉപാധികളുണ്ട്. ആരോഗ്യകരമായ ഉപാധികൾ എന്ന് പറഞ്ഞാൽ നല്ല വിനോദങ്ങള്, നല്ല കുടുംബ ബന്ധങ്ങള്, നല്ല സുഹൃത്ത് ബന്ധങ്ങള്, വ്യായാമം, നല്ല കലാകായിക വിനോദങ്ങള്, അങ്ങനെയൊക്കെയുള്ള ആരോഗ്യകരമായ എത്രയോ രീതികളിലൂടെ നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദം നമുക്ക് അതിജീവിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ എന്താ പറ്റുന്ന പലപ്പോഴും
അങ്ങനെയുള്ള ആരോഗ്യകരമായ രീതിയിലേക്ക് സന്തോഷം കണ്ടെത്താൻ നോക്കാതെ അനാരോഗ്യമായ രീതിയിൽ പെട്ടെന്ന് എല്ലാവരും ഇൻസ്റ്റന്റ് ഫുഡ് എന്നുള്ളത് പറയുന്നത് പോലെ, ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് സന്തോഷം കിട്ടണം, പെട്ടെന്ന് ഉറക്കം കിട്ടണം, പെട്ടെന്ന് ഇപ്പോൾ ഉള്ളതിലൊക്കെ മറക്കണം. ഇപ്പം ചിലപ്പം വല്ലാത്ത എന്തെങ്കിലും ഒരു മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം പെട്ടെന്ന് മറക്കാൻ വേണ്ടി നീ ഇതൊന്ന് കഴിച്ചു നോക്ക്, നീ ഇതൊന്ന് മണത്ത് നോക്ക്, നീ ഇതൊന്ന് കുടിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒന്ന് പുകച്ചു നോക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീ ആണാണെങ്കിൽ ഇതൊന്ന് ഉപയോഗിക്കാൻ പറയും. അതായത് പലപ്പോഴും ആൺകുട്ടികളെ അവരുടെ ആനന്ദത്തെ ചോദ്യം ചെയ്തോ, നീ എന്താ പെണ്ണനാണോ, ഇതൊന്നും ഉപയോഗിക്കത്തില്ലേ, ആണുങ്ങളായ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു അവരുടെ വീക്ക്നെസ്സിനെ ഒന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അപ്പൊ ആണാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാല് എല്ലാവരുടെയും കൂട്ടത്തില് ഞാനും സമ്മതനാകാൻ വേണ്ടി എല്ലാവരുടെയും കൂട്ടത്തിൽ ഞാനും വലിയ ആളാണെന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാൻ വേണ്ടിയൊക്കെയും ഒക്കെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് പോകും. ചിലരാണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, ഒരു അറിയാനുള്ള ഒരു ജിജ്ഞാസ, എന്താണെന്ന് അറിയാം, ഇതൊന്നും ഞാൻ എന്നെയൊന്നും അടിമപ്പെടുത്തൊന്നുമില്ല, ഞാൻ പക്ഷെ ഇത് എന്താണെന്ന് അനുഭവിച്ചറിയണമല്ലോ എന്ന് പറഞ്ഞ് ഒരു ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റിക്കായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആക്ഷരികമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സന്തോഷത്തിന്റെ വാതിലുകളെ സന്തോഷത്തിനായിട്ടാ അല്ലെങ്കിൽ സന്തോഷത്തിനായിട്ട് ഒരു സമാധാനത്തിനായിട്ടാ പലരും ഇതിന്റെ പിന്നാലെ പോകുന്നേ എങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ വാതിലുകളെ നമ്മുടെ ജീവിതത്തിൽ കൊട്ടിയടക്കാനുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ ലഹരി. എന്ന് വെച്ചാല് നമ്മളുടെ ജീവിതത്തിൽ ഉള്ള സന്തോഷം കൂടെ കളയാനേ ലഹരിക്ക് യഥാർത്ഥത്തിൽ കഴിയത്തുള്ളൂ. താൽക്കാലികമായിട്ട് പെട്ടെന്ന് നമുക്കൊരു വലിയൊരു സന്തോഷം, അത് ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഞങ്ങളുടെ ഡോക്ടർമാരൊക്കെ പറയും, ഈ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിൽ പല രാസപദാർത്ഥങ്ങളുണ്ട്, ഡോപ്പമിൻ, സെറട്ടോണിൻ, നോറോപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ന്യൂറോ കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ആ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു പ്ലഷർ ന്യൂറോ ട്രാൻസ്മിറ്റർ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അല്ലെങ്കിൽ ന്യൂറോ കെമിക്കലാണ്, ഒരു രാസപദാർത്ഥമാണ് ഡോപ്പമിൻ. അതിന്റെ ഒരു ഹൈക്ക്, അതിന്റെ ഒരു കിക്ക് മാതിരി, അല്ലെങ്കിൽ അത് കൂടുതൽ നമ്മളുടെ തലച്ചോറിലെ ഒരു റിവാർഡ് പാത്വേ എന്ന് പറയുന്ന ഒരു ഞരമ്പിൽ നമ്മുടെ തലച്ചോറിലൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ ഈ ഡോപ്പമിൻ പദാർത്ഥം അധികമായിട്ട് പ്രവഹിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നതായിട്ട് തോന്നുന്നത്. അത് ആരോഗ്യകരമായ രീതിയിലുള്ള സന്തോഷങ്ങൾക്ക് അത് തന്നെ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കുന്നു, നല്ലൊരു പ്രസംഗം കേൾക്കുന്നു, നല്ലൊരു നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും, അങ്ങനെ ചില നല്ല കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ പ്രാർത്ഥന, ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാമൂഹികമായിട്ടുള്ള ചില സേവനം, മറ്റുള്ളൊരു അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യകരമായ സന്തോഷത്തിന് ഉപാധികളുണ്ട്. അവിടെയും യഥാർത്ഥത്തിൽ ഈ ഡോപ്പമിൻ സർജ് ഉണ്ടാകുന്നുണ്ട്, നമുക്കൊരു സന്തോഷം. ഇപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച്, നമ്മുടെ ടീച്ചർ, കുഞ്ഞുങ്ങളായിട്ടുള്ളവർ, നിങ്ങളുടെ ടീച്ചർ നിങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് അപ്പനമ്മമാര് നല്ല വാക്ക് പറയുന്നു, അപ്പനമ്മമാരെ കുറിച്ച് കുഞ്ഞുങ്ങൾ നല്ല വാക്ക് പറയുന്നു, നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ, നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്തില് നമ്മുടെ മേലുദ്യോഗസ്ഥർ, നമ്മുടെ ബോസ്, നമ്മുടെ ഓഫീസർ നമ്മളെ കുറിച്ചൊരു നല്ല വാക്കൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു, നമ്മുടെ വികാരത്തിന്റെ തലത്തിൽ നമുക്കൊരു സംതൃപ്തി, സന്തോഷം. അപ്പൊ അങ്ങനെ ആരോഗ്യകരമായ സന്തോഷത്തിന് ഒത്തിരി ഉപാധികൾ ദൈവം തന്നെ ഈ ഭൂമുഖത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുടുംബ ബന്ധം, സുസ്ഥിരമായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധം, അപ്പനമ്മമാര് കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു സ്നേഹബന്ധം, നല്ല സുഹൃത്ത് ബന്ധങ്ങള്, ആരോഗ്യകരമായ പല വിനോദങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പാട്ട് കേൾക്കുന്നു, നല്ല ബുക്സ് വായിക്കുന്നു, നമുക്ക് വിജ്ഞാനവും അറിവും നൽകുന്ന പല തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ അത് കണ്ടെത്തുന്നു, ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള ചില നല്ല വിനോദയാത്രകള്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇപ്പം ഈവൻ ഇപ്പം കലാകായിക വിനോദങ്ങൾ എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അതായത് ഇപ്പം ഓട്ടം, ചാട്ടം, ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, നമ്മള് അതുപോലെയൊക്കെയുള്ള കായിക വിനോദങ്ങൾ, എക്സസൈസ്, ഗെയിംസ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഉപാധികൾ ദൈവം തന്നെ നമ്മളുടെ ഭൂമുഖത്ത്, നമ്മുടെ സമൂഹത്തിലുണ്ട് സന്തോഷം കിട്ടാനായിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം ഒന്ന് വേണ്ടെന്ന് വെച്ച് നമ്മൾ വേറൊരു രീതിയിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഈ ലഹരിക്ക് പിന്നാലെ തൽക്കാലത്തേക്കുള്ള ആ ഒരു വലിയ സന്തോഷം, ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഞങ്ങളങ്ങ് സ്വർഗം കണ്ടു, ഞങ്ങൾക്ക് എന്തോ ഭയങ്കര സ്പീഡിൽ അങ്ങ് പോകുന്നതായിട്ട് ചിലർക്ക് അനുഭവപ്പെട്ടു, നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞ ആ ഒരു തൽക്കാലത്തെ സന്തോഷത്തിനായിട്ട് നമ്മളൊന്ന് വശംവദനായി പോയാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബ്രെയിനിൽ ഞാൻ മുമ്പേ പറഞ്ഞ റിമോട്ട് പാത്വേ എന്ന് പറയും, ന്യൂക്ലിയസ് അക്കംബൻസ്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്നൊക്കെ പറഞ്ഞ് ചില കടിച്ചാൽ പൊട്ടുന്ന പേരുകളൊക്കെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു സർക്യൂട്ട് നമ്മുടെ എല്ലാവരുടെ തലച്ചോറിലുള്ളതാണ്.
അപ്പൊ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ആരോഗ്യകരമായ രീതിയിലുള്ള സന്തോഷം കിട്ടേണ്ടുന്നതിന് പകരം നമ്മൾ അനാരോഗ്യകരമായ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഇതിനകത്തൊരു ഡോപ്പമിൻ സർജ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഡോപ്പമിൻ പ്രവാഹം ഈ സർക്യൂട്ടിൽ കൂടുതൽ അങ്ങ് വരുമ്പോൾ ആ സമയത്ത് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് മാതിരി നമുക്ക് ഭയങ്കര ഇത് ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര എന്തോ ആയിപ്പോയി, എന്തോ ലോകത്തിന്റെ മണ്ടക്കെത്തി, അല്ലെങ്കിൽ താൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളൊരു ആ സമയത്തേക്ക്. ഇപ്പം ഈവൻ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം അവർക്ക് എല്ലാം അങ്ങ് മറന്നു, എല്ലാം സന്തോഷം, സുഖം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതിന്റെ കെട്ട് വിട്ട് മാറുമ്പോൾ കുറച്ചുകൂടെ അടുത്ത ദിവസം അതേ സമയമാകുമ്പോഴത്തേക്കും പിന്നെ ആ സുഹൃത്തുക്കളുടെ പിന്നാലെ പോകുന്നു. ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുകവലിയുടെ കാര്യം, അല്ലെങ്കിൽ ഹാൻസ്, ഗൂള്, അതുപോലെയൊക്കെയുള്ള പുകവലി ഉൽപ്പന്നങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ LSD, കഞ്ചാവ്, ഇതുപോലെയുള്ള ഓരോ ഗുളികകളും മരുന്നുകളും ഒക്കെ കുത്തിവെക്കുകയോ പല രീതിയിലൊക്കെ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന. കഴിഞ്ഞ ദിവസം തന്നെ ഒരു 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു അച്ഛനും അമ്മയും മോനെ കൊണ്ട് ഇന്നലെ വന്നു. അപ്പം ഇങ്ങനെ പലയിടത്തു നിന്നൊക്കെ ഡിഡിക്ഷൻ സെന്റേഴ്സിലൊക്കെ പോയി പിന്നെയും ഇവനിങ്ങനെ ഇതിന് പിന്നാലെ പോവുക ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അവര് വളരെ ഒരു ഗദ്ഗതത്തോടെ വന്നേ. അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പം പിന്നെയും പുള്ളി ഇതുപോലെ പുള്ളിക്ക് നിർത്തണമെന്നുണ്ട്, എന്നാൽ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഞ്ചാവും ബാക്കി ഇതുപോലെ പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ ഇങ്ങനെ ഉറക്ക ഗുളികളൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൗൺസിൽ ചെയ്യും, അതിൽ നിന്ന് വെളിയിൽ വരാനും മനസ്സിൽ കുറച്ച് ഫ്രീ ആവാനുള്ള ഗുളികളൊക്കെ കൊടുത്തു കിട്ടും. ഞാൻ പറഞ്ഞാൽ ഇതുപോലുള്ള യുവതലമുറ അല്ലെങ്കിൽ ഇവൻ പ്രായമായവരെയൊക്കെ ഡെയിലി നമ്മൾ കാണുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രചാരമായിട്ട് തന്നെ സർവ്വവ്യാപകമായിട്ട് ഗ്രസിക്കുന്ന, നമ്മളെ യുദ്ധം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ലെന്ന് പറയുന്ന ശത്രുക്കള് ഇതുപോലെ വന്ന് നമ്മുടെ യുവതലമുറയാവട്ടെ അവരുടെയൊക്കെ തലച്ചോറുകളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ലഹരി മാഫിയ പോലെ പല രീതിയിൽ അവരുടെ ഒരു കരാള ഹസ്തങ്ങളിൽ ഇത് വലിയ രീതിയിൽ എങ്ങനെയോ നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തപ്പെടുകയും ഇതങ്ങ് വ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മളിപ്പം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് അവയറാകുന്ന ഒരു കാര്യം, ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം, ഒരു ബോധവാന്മാരും ബോധവതികളും നമ്മൾ ആകുമ്പോൾ നമുക്ക് പലരോടും ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നമ്മുടെ കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടമുള്ള ചെറുപ്പക്കാർ, അവരുടെ മേലെ നമുക്കൊരു കണ്ണുണ്ടാകാം. അതിൽ എന്തെങ്കിലുമൊക്കെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ നമ്മുടെ ഈ ക്ലബിലുള്ള സാറുമാരോടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസിലുള്ള സാറുമാരോടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കാനായിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനൊക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആരോഗ്യകരമായ സന്തോഷത്തിന്റെ ഉപാധികളൊക്കെ നമ്മൾ അതുപോലെ നല്ല വിനോദങ്ങളും കലാകായിക വിനോദങ്ങളും നല്ല കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും അങ്ങനെയൊക്കെയുള്ള നല്ല സന്തോഷത്തിന്റെ നല്ല ഉപാധികളെയൊക്കെ വേണ്ടെന്ന് വെച്ച് തൽക്കാലത്തേക്കുള്ള ഇതിലേക്ക് പോകുമ്പോൾ ഇത് ആ ഒരു സമയത്തേക്ക് പെട്ടെന്നൊരു ഹൈ വരുന്നു. പിന്നെ അതിന്റെ ഒരു ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ലഹരിയുടെ ആ ഒരു ബോധയും, ഞാൻ വെല്ലൂര് ഈ MDയും ഇതൊക്കെ CMC വെല്ലൂരായിരുന്നു പഠിച്ചപ്പോൾ അവിടെ തമിഴിൽ ഇങ്ങനെ ബോധയിപ്പൊരുൾ, അതിന്റെ ബോധയിലിരിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ ആ ഒരു ബാധയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ലഹരിയിലൊരു മതോന്മത്തനായിട്ട് അതിന്റെ ആ ഒരു ആക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് വിത്ഡ്രോവൽ സിംറ്റംസ് ആണ്. അതേ സമയത്ത് ഇന്നലെ വൈകിട്ട് മദ്യപിച്ച ഒരാള് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർക്ക് കുറെ നാളായിട്ട് ഇതുപോലെ മദ്യപിക്കുന്നവരാകുമ്പോൾ ആദ്യം ഒരു ക്രേവിങ് ആയിരിക്കും, പിന്നെ വേണം എന്നൊരു ചിന്ത, അത് കഴിഞ്ഞിട്ട് പിന്നെയും മാസങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇത് ഒരു ദിവസം നിർത്തുമ്പോഴത്തേക്കും എന്ത് പറ്റും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൈയെല്ലാം കൂടെ വിറയ്ക്കാൻ തുടങ്ങും, എന്തോ വല്ലാതെ ഭയവും വെപ്രാളവും ഒക്കെ വരാൻ തുടങ്ങും. അപ്പൊ എങ്ങനെങ്കിലും പോയി ഒന്ന് അടിച്ചാൽ അതങ്ങ് മാറുമെന്ന് അവർക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വീണ്ടും ചെന്ന് മദ്യപത്തിലോട്ട് പോകുന്നു. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ അവരുടെ തലച്ചോറിലെ ചില രാസപദാർത്ഥങ്ങളൊക്കെ പിന്നെയും വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. മാനസിക വിഭ്രമത്തിലേക്ക്, ഒരു മാനസിക രോഗത്തിന്റെ അവസ്ഥയിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നു. ശബ്ദങ്ങൾ കേൾക്കുന്നു, എല്ലാവരും തനിക്ക് എതിരായിട്ടാണെന്നും എല്ലാവരും തന്നെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത്. ചിലർ അക്രമാസക്തരാകുന്നു, മദ്യലഹരിയിൽ തന്നെ അക്രമാസക്തരാകുന്നവരുണ്ട്. പിന്നെ മദ്യം കിട്ടാതെ വരുമ്പോൾ അതിന്റെ ആ വിഡ്രോവൽ സ്റ്റേറ്റിൽ അക്രമാസക്തരാവുകയും അങ്ങനെ അവർ തന്നെ ഒരു മനസ്സിന്റെ ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ചിലർക്ക് ഭാര്യയെ സംശയം, ജീവിത പങ്കാളിയെ സംശയം, അവിടെ സംശയം, എല്ലാവരെയും ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കുന്നു. അങ്ങനെ എത്രയോ പേര് കഴിഞ്ഞ ദിവസം തന്നെ വളരെ ഒരു ഉന്നത ഗവൺമെന്റ് ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു 30-36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അപ്പം ഭാര്യയും പെങ്ങളും അമ്മയും എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കുക. അപ്പം
എന്താ കാര്യം ഇതുപോലെ പുള്ളിക്ക് എല്ലാം സംശയമാണ് എന്നുവെച്ചാൽ ഭാര്യയെ കുറിച്ചുള്ള സംശയം, ബാക്കി തൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ എന്തോ തനിക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സംശയം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പുള്ളി കുറേ നാളായിട്ട് ഈ മദ്യത്തിൻ്റെ ഉപയോഗവും പിന്നെ അതുപോലെയുള്ള പുകവലിയും ബാക്കിയുള്ള ഈ ലഹരിയും കാര്യങ്ങളൊക്കെ കാരണം പുള്ളി ആ ഒരു സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ കാരണം തന്നെ, അല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ മനസ്സിന് പ്രയാസങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു മനസ്സിന്റെ പ്രയാസമൊക്കെ വന്ന് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സാറേ ഇത് നല്ല ആരോഗ്യത്തിന് വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വളരെ ഭൗതികതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ കൊടുത്ത് പിന്നെ പുള്ളി റിവ്യൂവിന് കഴിഞ്ഞ കുറച്ച് മുമ്പ് വന്നപ്പോൾ വളരെ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആരോഗ്യകരമായിട്ടുള്ള സന്തോഷത്തിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ലഹരിയുടെ ആ ഒരു സാർ അവസാനം പറഞ്ഞിട്ടില്ല, ലഹരിയാകുന്ന ദുർഭൂതത്തിന്റെ ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പോലും നമ്മൾ സന്തോഷത്തിന്റെ വാതിലുകളെ കൊട്ടി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ആൾക്കാർക്ക് പിന്നെ സന്തോഷം വേണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അത് തന്നെ വേണം. ആ ലഹരി തന്നെ കിട്ടിയാലേ അവർക്ക് സന്തോഷമുള്ളൂ. പിന്നെ അവർക്ക് ഇത് നാരോയിങ് ഓഫ് റെപ്പറ്റോർ എന്ന് പറഞ്ഞൊരു പദം ഞങ്ങൾ സൈക്യാട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നാരോയിങ് ഓഫ് റെപ്പറ്റോർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ദൃഷ്ടി നാരോഡ് ആവുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി അവർക്ക് ബാക്കി നമുക്കാണെങ്കിൽ സന്തോഷത്തിനായിട്ട് എന്തെല്ലാം നല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കലാകായിക വിനോദങ്ങളും കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും നല്ല നല്ല എത്രയോ കാര്യങ്ങൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, നല്ലൊരു പ്രോഗ്രാം വാച്ച് ചെയ്യുമ്പോൾ, നല്ലൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പം, നല്ല സുഹൃത്തുക്കളോട് നമുക്ക് സമയം ചെലവഴിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോടൊപ്പം, അപ്പനമ്മമാരോടൊപ്പം നമ്മൾ നല്ല സമയം ചെലവഴിക്കുമ്പോൾ, നല്ലൊരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു സന്തോഷമാണ്. എന്നാൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ഒരേ ഒരു സന്തോഷമേ ഉള്ളൂ. എന്തുവാ? ഇത് കിട്ടിയാലേ അവർക്ക് സന്തോഷമുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ലോകം കീഴ്മ പറഞ്ഞാലും പ്രശ്നമില്ല, എനിക്ക് അത് കിട്ടണം. അതായത് ചിലർക്ക് കഞ്ചാവായിരിക്കും, ചിലർക്ക് MDMA ആയിരിക്കും, ചിലർക്ക് LSD ആയിരിക്കും, ചിലർക്ക് ഇതുപോലുള്ള ചില ഉറക്ക ഗുളികകളൊക്കെ അമിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും, ചിലർക്ക് മദ്യമായിരിക്കും, ചിലർക്ക് പുകവലിയായിരിക്കും, ചിലർക്ക് ഹാൻസോ കൂളോ പാൻപരാഗോ അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ അത് കിട്ടിയാലേ അവർക്ക് സന്തോഷമുള്ളൂ. ബാക്കി ഒന്നിലോട്ട് അവരുടെ ശ്രദ്ധയില്ല. ഈ ചില കുതിരകൾക്ക് അവരുടെ വിഷൻ അവർ മുമ്പോട്ട് മാത്രം നോക്കാൻ വേണ്ടി അവർ ഈ കുതിരകളെയൊക്കെ ഈ ഓട്ടത്തിനൊക്കെ കൊണ്ടുവന്ന കുതിരകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷൻ മാറാതിരിക്കാൻ വേണ്ടി ചില എന്താ പറയുക കപ്പ് മാതിരി ഇങ്ങനെ അവർക്ക് വെച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ചില മുമ്പോട്ട് മാത്രം നോക്കാം എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തൻ്റെ മകന് സ്കൂളിൽ എന്താ പ്രശ്നമെന്നോ, മകൾക്ക് കോളേജിൽ എന്താ പ്രശ്നമെന്നോ, അവർക്ക് ഫീസ് അടയ്ക്കാൻ കാശുണ്ടോന്നോ, അല്ലെങ്കിൽ അവിടെ ഭാര്യ എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നൊന്നും നോക്കാൻ സമയമില്ലാതെ അവർക്ക് ഇത് മാത്രം അതൊന്നും കൂടി വരുമ്പോൾ പിന്നെ എത്ര അടിച്ചാലും ഞാൻ നന്നാമത്തെ അമ്മാവെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചെറുപ്പക്കാരാകുമ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്നു, അവര് തിരിച്ച് തർക്കുത്തരം പറയാൻ തുടങ്ങുന്നു, അവര് മോഷ്ടിക്കാൻ തുടങ്ങുന്നു. സാറ് തന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അതൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ പലരും ഇതുപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒത്തിരി നിങ്ങൾ ഈവൻ ഇന്റർനെറ്റിലായാലും TV കൂടെ ആണെങ്കിലും ഇതുപോലുള്ള പരിപാടി കൂടെ ഒക്കെ നിങ്ങൾക്ക് തന്നെ ഒത്തിരി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു അവസ്ഥയിലുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ചികിത്സയുടെ കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ ഒരു നല്ലൊരു സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്തോ കൗൺസിലിങ്ങിൻ്റെ അടുത്തോ ഒക്കെ കൊണ്ടുപോയി അവർക്ക് അവരുടെ ആ ഒരു പെട്ടെന്നുള്ള വിഡ്രോവൽ ഇത് അവർക്കായിട്ടത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ അടുത്ത് ചില ആരംഭത്തിലൊക്കെ അവരെന്നു വിചാരിച്ചാൽ വേണ്ടെന്ന് വെക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ കുറച്ചുകൂടി ഒരു അടിമത്തത്തിലേക്ക് വരാതെ ഒരു അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നിർത്തണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ മദ്യപാനമൊക്കെ ഉള്ളൊരു ചിലരെന്ന് പറയും ഡോക്ടർ ഞങ്ങൾക്ക് നിർത്തണമെന്നുണ്ട്, പക്ഷെ ആ സമയം ആകുമ്പോഴത്തേക്കും പിന്നെ പറ്റുന്നില്ല, അങ്ങനെ നെഞ്ചെടുപ്പ് കൂടുന്നു, കൈ വിറയ്ക്കുന്നു, ഉറക്കം വരുന്നില്ല, അപ്പം പിന്നെ ഒന്ന് അടിച്ചാലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിർത്തണമെന്ന് പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരോ പറഞ്ഞു ഞങ്ങളുടെ അയൽവക്കത്ത് ഒരാൾ ഇവിടെ വന്ന് എല്ലാം നിർത്തി, അതുകൊണ്ട് അത് കേട്ട് ഞങ്ങളിങ്ങനെ വന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ആത്മാർത്ഥമായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്താൻ പറ്റാത്ത സ്ഥിതിയിലുള്ളവര് ഏതൊരു ലഹരിയുടെ ഏതൊരറ്റത്ത് പോയിരിക്കുന്നവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മെച്ചപ്പെടുത്താനൊക്കെ പക്ഷേ അതിന്റെ ആരംഭ ദശയിലുള്ളവരെ പൂർണ്ണമായിട്ട് തിരികെ കൊണ്ടുവരാൻ നിൽക്കും. അങ്ങേയറ്റം ഏറ്റവും കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ പോലും നമുക്ക് പറ്റുന്നത്രയും അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ സമൂഹത്തിന് മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ട്.
അല്ലാതെ കുറച്ചുകൂടെ യുനോ പ്രൈവറ്റ് സൈക്യാട്രിസ്റ്റുകളും ഹോസ്പിറ്റൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏതാണ് നമുക്ക് പ്രാപ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നിങ്ങളിപ്പം ഇതിനെ കേൾക്കുന്നവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള നാട്ടുകാർ, നിങ്ങളുടെ അയൽവക്കങ്ങളിലുള്ളവർ, നിങ്ങളുടെ സുഹൃത്തുബന്ധങ്ങളിലുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു നമ്മൾ ഇന്നത്തെ ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ ബോധവൽക്കരണ ക്ലാസ് കേട്ടിട്ട് നമുക്ക് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു നേർവഴിക്ക് നടത്താൻ നമുക്ക് പറ്റുവാണെങ്കിൽ, ഞാൻ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ അയൽവക്കത്തെ ഇന്ന ചേട്ടന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു പക്ഷേ എഡ്യൂക്കേഷൻ സാറിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച തരത്തിൽ എങ്ങോട്ട് പോയി ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം എന്നുള്ള കാര്യം അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അനാരോഗ്യകരമായ ലഹരിയുടെ കരാളഹസ്തങ്ങളിലേക്ക് പോയ സന്തോഷത്തിൻ്റെ വാതിലുകൾ നിങ്ങൾ കുട്ടിയടക്കുകയാണ്. എന്നാൽ ആരോഗ്യകരമായ ഒത്തിരി സന്തോഷത്തിനുള്ള ഉപാധികൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ആരെങ്കിലും ഇതുപോലുള്ള അധപതനത്തിലേക്ക് പോയാൽ അവരെ എത്രയും വേഗം നമുക്ക് ശാസ്ത്രീയമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. നമുക്ക് എന്താണ് പറയുന്നേ, ഈ ഒരു ഇതുപോലൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ സന്തോഷത്തിനായിട്ട് സമാധാനത്തിനായിട്ട് ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ തലത്തിലൊരു കുറച്ചുകൂടെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത് ഈ ലഹരി മരുന്നിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിലോട്ടൊന്നും പോകാതെ? ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പോസിറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. അതായത് നല്ല കുടുംബ ബന്ധം, നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഇപ്പോൾ സാറ് തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം നല്ല മാതൃകയാവണം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ സുദൃഢമാകുമ്പോൾ അപ്പനമ്മമാരോട് നമുക്കുള്ള കടപ്പാടും ബന്ധവും, ആ ഒരു കുടുംബം തന്നെ ഒന്ന് സുദൃഢമാകുമ്പോൾ ചില പോസിറ്റീവ് ബിഹേവിയേഴ്സ്, പോസിറ്റീവ് തിങ്കിങ്, ഈ 2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുക. ആ പോസിറ്റീവായിട്ടുള്ള ചില നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും നമ്മളുടെ ചിന്താ രീതി ഒന്ന് പോസിറ്റീവ് ആക്കുകയും ചെയ്ത നമ്മളുടെ മനസ്സിൽ അതൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും, അപ്പോൾ നമുക്ക് ഇതുപോലെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള അനാരോഗ്യകരമായ സന്തോഷത്തിലേക്ക് കാര്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ടാത്ത സ്ഥിതിവിശേഷം വരികയും ചെയ്യും. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ, നമ്മൾ ആയിരിക്കുന്ന കുടുംബ ബന്ധം. പലപ്പോഴും നമ്മൾ നോക്കിയാൽ ലഹരി ഉപയോഗിക്കുന്നവർ ഭൂരിഭാഗം പേര് എന്താണ് അവരുടെ കുടുംബവുമായിട്ട് അത്ര അങ്ങ് അവര് വെൽ കണക്റ്റഡ് അല്ല. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായിരിക്കും, ചിലപ്പോൾ ലഹരി കാരണം വഴക്കുള്ളവരൊന്നുണ്ട്. എന്നാൽ ആദ്യം തന്നെ ഇങ്ങനെ അപ്പനമാർക്ക് കീഴടങ്ങത്തില്ല, പറഞ്ഞ വീട്ടിൽ എവിടെയെങ്കിലും ചെന്ന് കയറുന്നു. നമ്മളുടെ കുടുംബം, നമ്മൾ നാളെ നടുവൊടിഞ്ഞ് കിടന്ന് ആരാ നമ്മളെ നോക്കാനുള്ളത്? ഈ വീട്ടിലുള്ളവരല്ലേ. പക്ഷെ പലപ്പോഴും അത് നമ്മൾ ആലോചിക്കാതെ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും ചിലപ്പം ചില ചെറുപ്പക്കാർ, ചില യുവാക്കള്, ചില പുരുഷന്മാർ തന്നെ ലഹരിയിലുള്ള പോകുന്നതിന് കാരണം ഒരുപക്ഷെ വീട്ടില് ഭാര്യ ഒരു സമാധാനം കൊടുക്കുന്നില്ല. ഭാര്യ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ അവർക്ക് എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും, എപ്പോഴും കുറ്റം പറച്ചിലും, അമ്മായിമ്മ മരുമകള് പോര്, നാത്തും പോര്, ആ പോര്, ഈ പോര്, ഇതെല്ലാം കൂടെ പുരുഷന് അവിടെ വീട്ടിലെ ഗൃഹനായകൻ ഒരു സമാധാനമില്ല. ഇനിയിപ്പോൾ എങ്ങനെങ്കിലും പോയി എന്തെങ്കിലും കണ്ടടിച്ച് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ കുറച്ചുകൂടെ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ, നിങ്ങളുടെ ഭാര്യ ആവട്ടെ ഭർത്താവിനെ ആവട്ടെ കുറച്ചുകൂടെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, കുറച്ചുകൂടെ അഭിനന്ദിക്കാൻ, എന്നാലും പറഞ്ഞ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് പല കാര്യങ്ങളും, അല്ലെങ്കിൽ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വിലയേറിയതുള്ളെന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഓരോ ദിവസവും നമ്മളുടെ വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ അമ്മ നമുക്ക് ആഹാരം പാചകം ചെയ്തുകൊണ്ട് വരുന്നു, പല നമുക്ക് എന്തെല്ലാം ഹെൽപ്പുകൾ കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും നമ്മളുടെ അമ്മയോ ഭാര്യയോ അല്ലെങ്കിൽ വീട്ടിൽ അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം പറ്റുമ്പോഴായിരിക്കും അവരുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മൾ അവരോടൊരു നന്ദി വാക്ക് പറയാറില്ല, അവരോടൊരു ഒരു ഹൃദയം നിറഞ്ഞ ഒരു കൃതജ്ഞത നമ്മൾ പ്രകടിപ്പിക്കാറില്ല. അതുപോലെ തന്നെ ഭർത്താവ് ഒരുപക്ഷെ രാപകലില്ലാതെ ജോലി ചെയ്ത് അധ്വാനിച്ചായിരിക്കും കാശ് കൊണ്ടുവരുന്നത്. അവരോടൊരു ബഹുമാനത്തോടെ, അവരോടൊരു സ്നേഹത്തോടെ ഒരു വാക്ക് നമ്മുടെ വീട്ടിലെ ഭാര്യമാരായിട്ടുള്ളവര്, ഈവൻ മാതാപിതാക്കളാവട്ടെ കുഞ്ഞുങ്ങളാവട്ടെ, നമ്മൾ പരസ്പരം ഒരു ബഹുമാനത്തോടെ സ്നേഹത്തോടുള്ള ഒരു പെരുമാറ്റം.
ഇപ്പൊ സാറ് തന്നെ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ചില പദപ്രയോഗങ്ങൾ കള്ളാന്ന് വിളിക്കുന്നത് അതുപോലെ ചില സിമ്പിളായിട്ടുള്ള പദപ്രയോഗങ്ങളായിരിക്കും. പക്ഷെ ചില ചീത്തവാക്കുകളും ചില ആവശ്യമില്ലാത്ത തരത്തിലുള്ള കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ഒഴിവാക്കി നമ്മൾ പരസ്പരം ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെ ഒന്ന് പവിത്രമായിട്ട് കാണാനും മക്കളെ ദൈവം തന്ന ദാനമായിട്ട് കാണാനും നമ്മുടെ സഹോദരങ്ങൾ അതുപോലെ കരുതാനും അപ്പനമ്മമാരെ പ്രായമുള്ള അപ്പനമ്മമാരെ കരുതാനും അങ്ങനെ കുടുംബമായിട്ട് നമ്മൾ കുറച്ചുകൂടെ വെൽ കണക്റ്റഡ് ആവുകയാണെങ്കിൽ തന്നെ അങ്ങനെ കുറച്ച് പോസിറ്റീവ് ബിഹേവിയേഴ്സ് കുടുംബ ബന്ധം അതിൽ തന്നെ ഒത്തിരി ഒരു പ്രൊട്ടക്ഷന് കുടുംബത്തോട് അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അതുപോലെ അവർ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവർക്ക് അതൊരു വലിയൊരു പ്രൊട്ടക്ഷനാണ്. വേറെ ഞാൻ ആരെയും വിളിച്ചാൽ ഞാൻ ഈ ലഹരി അടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്രയോ നല്ല ആണുങ്ങളുണ്ട്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ നട്ടലില്ലാത്ത ആണുങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അവർ ഈ ലഹരി ഉപയോഗിക്കുന്ന പറയുന്നത് നീ ആണാണെങ്കിൽ ഉപയോഗിക്കണം. പക്ഷെ യഥാർത്ഥത്തിൽ നീ ആണാണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ ആണത്വം. തിരിച്ചു പറയാനുള്ള ചങ്കൂറ്റുക നമ്മളുടെ കുഞ്ഞുമക്കൾക്കും വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കും വേണ്ടത്. ആണത്വം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നതല്ല, മറിച്ച് ഉപയോഗിക്കാതിരിക്കുന്നതാണ്. ഇതിന്റെ എല്ലാ സാധ്യതയും ഉണ്ടായിട്ട് എനിക്കത് വേണ്ട എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആണത്വം എന്ന് പറയാൻ നമുക്കൊരു ചങ്കൂറ്റം ഉണ്ടാകണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോസിറ്റീവ് ബിഹേവിയേഴ്സിൽ കുടുംബ ബന്ധങ്ങൾ, നല്ല സുഹൃത്തുക്കൾ, നമ്മുടെ തെറ്റായ ഈ ലഹരിയുടെ വരേക്ക് കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളല്ല. ഇപ്പം തന്നെ ഒരു പെൺകുട്ടി തന്റെ ആൺ സുഹൃത്തിന്റെ ഇത് എന്തോ വാങ്ങിച്ച് അത് സ്കൂളിൽ പ്രശ്നമായ കാര്യമൊക്കെ നമ്മളിപ്പോൾ സാറ് പറയുന്നത് കേട്ട്. അപ്പൊ അങ്ങനെയുള്ള തെറ്റായ സുഹൃത്ത് ബന്ധങ്ങളല്ല, നല്ല ആരോഗ്യകരമായ സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല നമുക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഒക്കുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. നമ്മുടെ കൂടെ പഠിക്കുന്നവരായിരിക്കാം, കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നമ്മളുടെ കൂടെ ഉള്ള ആ ഒരു ബിജു കൃഷ്ണ സാറ് തന്നെ ആ ഒരു സാഹോദര്യ ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. സാറ് പലപ്പോഴും പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് സാറ് സ്വന്തം ചെലവിൽ വന്ന് കൺസൾട്ട് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹോദര്യ ബന്ധം, മറ്റുള്ളവരെ നമ്മളൊന്ന് സഹായിക്കുന്നു, സമൂഹത്തിൽ എന്തെങ്കിലും നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ പലർക്കും എന്തെങ്കിലും ഒരു ചില നന്മ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചില സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതുപോലെ ഒരു സേവന തൽപരത, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പോസിറ്റീവ് ബിഹേവിയേഴ്സ്. പിന്നെ മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുള്ള കലാകായിക വിനോദങ്ങൾ, നല്ല പ്രോഗ്രാംസ്, നല്ല പരിപാടികൾ, ഇതുപോലെയൊക്കെയുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നു, ആധ്യാത്മികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ആ ഒരു രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ചില അന്ധവിശ്വാസങ്ങൾ പറയുകയാണെന്നല്ല, എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയതയും കാര്യങ്ങളും ഒക്കെ പിന്തുടരുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില നല്ല ശീലങ്ങൾ. പിന്നെ വ്യായാമം തന്നെ നല്ല വ്യായാമം, നമ്മൾ നല്ല സ്പീഡിൽ കുറച്ച് നടന്നാൽ തന്നെ കുറച്ച് നമുക്ക് മനസ്സ് ഫ്രീ ആവാനായിട്ട് തോന്നും. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ച് എൻഡോർഫിൻസ് റിലീസ്ഡ് ആവും എന്ന് പറയും. എന്നുവെച്ചാൽ നല്ല വ്യായാമം നമ്മുടെ ഇപ്പം വീട്ടിലെ അടുക്കളയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന അമ്മമാർക്കും ഭാര്യമാർക്കും അറിയാതെ കുറച്ച് അധ്വാനിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു ഫ്രീ ആണ്. അവർ പല ടെൻഷനും അവർക്ക് ടെൻഷൻ അടിക്കാൻ സമയമില്ലെന്ന് പറയും. എപ്പോഴും വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പല ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഐഡിയൽ മൈൻഡ് സെറ്റ് ഡിവേഴ്സ് ഓപ്ഷൻ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത്. മടിയൻ്റെ മനസ്സിൽ വിചാരിച്ച പണിപ്പുര. അപ്പം നല്ല വ്യായാമങ്ങൾ, നമുക്കിപ്പം ക്രിക്കറ്റ്, ഫുട്ബോൾ, ഏതെങ്കിലും വർക്കൗട്ട്, പല തരത്തിലുള്ള വ്യായാമങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ ബോഡിയെ തന്നെ അത് ഒത്തിരി മനസ്സിൻ്റെ സമ്മർദ്ദമൊക്കെ ഒത്തിരി കുറയ്ക്കാൻ സഹായിക്കും. കലാകായിക വിനോദങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള പോസിറ്റീവ് ബിഹേവിയേഴ്സിലൂടെ നമുക്ക് നല്ല സന്തോഷം കണ്ടെത്താനും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താ, പോസിറ്റീവ് തിങ്കിങ്. അതുകൂടെ പറഞ്ഞാൽ നിർത്തും. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു സിറ്റുവേഷൻ വന്നാലും അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക്, അതൊരു ക്രിയാത്മകമായ ഒരു ഔട്ട്ലുക്കിലൂടെ നോക്കി കാണാൻ ശീലിക്കുക. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ, ചിലപ്പം ഒരു കടബാധ്യതയായിരിക്കും, ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കാം, ചിലപ്പം വീട്ടിലെ ചില പ്രശ്നങ്ങൾ, ബന്ധുക്കളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അത് പോസിറ്റീവായിട്ട് കാണാന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഞാൻ ഇതുപോലെ വല്ലാത്ത പ്രയാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരോട് പറയും, ശരിയാണ്, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, ശരിയാണ്, ഞാൻ മനസ്സ് കുറച്ചുകൂടെ ഫ്രീ ആവാനുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തരാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെക്കാട്ടിലും എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളെക്കാട്ടിലും സാമ്പത്തികമായിട്ട് കുറഞ്ഞവരുണ്ട്, നമ്മളെക്കാട്ടിൽ ആരോഗ്യകരമായിട്ട് കുറഞ്ഞ ആൾക്കാർ നമ്മുടെ ചുറ്റുമില്ലേ. കണ്ണ് കാണാൻ പറ്റാത്ത, ചെവി കേൾക്കാൻ പറ്റാത്ത, വർത്താനം പോലും പറയാൻ പറ്റാത്ത, എഴുന്നേക്കാനോ പ്രയാസമൊക്കെ ഉള്ള എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്.
അല്ലെങ്കിൽ ബുദ്ധിയിൽ വൈകല്യമുള്ളവർ എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര നമ്മളെക്കാട്ട് സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ നോക്കിയാൽ പല യുദ്ധഭൂമികളിലും പല ഭൂമികളിലൊക്കെ ഉള്ള പ്രയാസങ്ങളൊക്കെ നമ്മളെക്കാട്ടിനെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ. അപ്പൊ അതുമായിട്ട് കമ്പയർ വിത്ത് ദ ലെസർ ഫോർച്യുനേറ്റ് എന്ന് പറഞ്ഞാൽ അവരെക്കാട്ട് എനിക്ക് അത്രയില്ല, എനിക്ക് അവരെ പോലെ അല്ല, എനിക്ക് അത്ര പോലെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടി മേലെ ഉള്ളവരെ നോക്കി അസൂയപ്പെട്ട് അല്ലെങ്കിൽ അതിലൊരു സമ്മർദ്ദമായിട്ട് മാറാതെ എല്ലാം ഒന്ന് പോസിറ്റീവായിട്ട് നമ്മളെക്കാട്ടിലും പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. ദൈവം നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് പോസിറ്റീവായിട്ട് കണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നു. ശ്വാസം മുട്ടൽ വരുമ്പോൾ അറിയാം ശ്വാസം എടുത്ത് വിടുന്നതിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ശരി. കർത്താവേ രാവിലെ ദൈവമേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നു, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നു, എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നു, എനിക്ക് ചെറിയ ചെറിയ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ. ശരിയാണ്, നമുക്ക് ചില പല പരിമിതികളോ പല കുറവുകളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും കാണും. ഒരാൾക്കുള്ള കുറവുകളായിരിക്കത്തില്ല വേറൊരാൾക്കുള്ളത്, ഒരാൾക്കുള്ള നന്മകളായിരിക്കത്തില്ല അനുഗ്രഹങ്ങളായിരിക്കത്തില്ല വേറൊരാൾക്കുള്ളത്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം എന്തെല്ലാം തന്നിട്ടുണ്ട്, എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ തന്നെ തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മുടെ ചില ഭാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്ന് സർവ്വത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാന്റെ മേലെ ഇട്ടുകൊടുത്ത് മനസ്സൊക്കെ ഫ്രീ ആയിട്ട് വെച്ച് പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി നമ്മുടെ ജീവിതത്തെ സമീപിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പോസിറ്റീവ് ബിഹേവിയേഴ്സ്, പോസിറ്റീവ് തിങ്കിങ് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള നല്ല ചില ശീലങ്ങൾ, നല്ല ചില ചിന്താരീതികൾ, ഇതെല്ലാം ഈ നല്ല ശീലങ്ങളും നല്ല ചിന്താരീതികളും വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ വികാരത്തിന്റെ തരത്തിലൊരു പോസിറ്റിവിറ്റി, എല്ലാത്തിലും ഒരു സംതൃപ്തി, എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊരു സമാധാനമുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്. മറ്റേത് എല്ലാത്തിനും ടെൻഷനും വെപ്രാളം. അപ്പോൾ ഈ ടെൻഷൻ വെപ്രാളം മാറ്റാൻ വേണ്ടി പലരും എന്തിന്റെ പിന്നാലെ പോകുന്നത്, ലഹരിയുടെ പിന്നാലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് പറയുവാണെങ്കിൽ പലരും നമ്മളിപ്പോൾ ആദ്യം സാറ് പറഞ്ഞതുപോലെ നമ്മളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തുന്ന കാര്യങ്ങളാണ് ലഹരി. അത് തെറ്റായ ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പലരും ഈ ലഹരിയുടെ പിന്നാലെ പോകാനുള്ള വലിയൊരു കാരണം സന്തോഷത്തിനും സമാധാനത്തിനുള്ള നെട്ടോട്ടമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സന്തോഷത്തിന്റെ മാതിരികൾ അവർ കുട്ടികടക്കുകയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ളൊരു സന്തോഷം കിട്ടാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല ചില ശീലങ്ങളെ നമുക്ക് കൊണ്ടുവരാം, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ നല്ല ചില ശീലങ്ങളെ കൊണ്ടുവരാം, നമ്മളുടെ ജീവിതത്തിൽ ചില നല്ല ചിന്താരീതികളെ കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു ലഹരിയുടെ അതിലേക്ക് പോകണ്ട. ഇനി അഥവാ ലഹരിയുടെ അതിലേക്ക് പോയിട്ടുള്ളവരൊക്കെ നമ്മുടെ ചുറ്റും ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ചിലർക്കോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ളവർക്കോ അയൽവക്കത്തിലുള്ളവർക്കോ സുഹൃത്തുക്കളിലോ ചിലർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായ ചികിത്സ ലഭ്യമാണെന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും അവരെ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഗൈഡ് ചെയ്ത്, അവർക്ക് പലപ്പോഴും ആ ലഹരിയുടെ അടിമത്തത്തിൽ ഇരിക്കുന്നവർക്ക് പലപ്പോഴും അതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ ബോധവൽക്കരണ പരിപാടിയിൽ കുറച്ച് ബോധവൽക്കരിക്കപ്പെട്ട നമ്മൾ വേണം നാളെ നാലാളോട് കാര്യങ്ങൾ പറഞ്ഞ് പലരെയും നല്ല വഴിക്ക് അവരെ നയിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു ചെറിയൊരു മെഴുകുതിരി വെളിച്ചം മതി. അവിടെ ചുറ്റുവട്ടത്തൊരു വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചില കാര്യങ്ങളിലൊരു നല്ലൊരു വെളിച്ചം ഉണ്ടെങ്കിൽ അത് ബാക്കി നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ അത് സ്വാധീനിക്കും. അങ്ങനെ നമ്മളുടെ സമൂഹത്തെ ഒരു നല്ല രീതിയിലേക്ക് നമുക്ക് കെട്ടിപ്പടുക്കുവാനൊക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഇത് എല്ലാം നമ്മുടെ ശരീരത്തെയും, നമുക്കറിയാം മദ്യമാണെങ്കിൽ ഏത് അവയവത്തെ ആദ്യം ബാധിക്കുന്നത്, കരളിനെ ബാധിക്കും. പുകവലിയാണെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കും. പിന്നെ ഇതുപോലെ പറഞ്ഞ കഞ്ചാവും ബാക്കി കാര്യങ്ങളൊക്കെ തലച്ചോറിനെയും വിവിധ അവയവങ്ങളെയൊക്കെ ബാധിച്ച് പലരും ജീവച്ഛവങ്ങളായിട്ട് നമ്മുടെ യുവതലമുറയായിട്ട് വളർന്നു വരുന്ന പല സഹോദരങ്ങളും ജീവച്ഛവങ്ങളായിട്ട് സമൂഹത്തിൽ വീണുപോകുന്നതിൻ്റെ പിന്നാലെ നമുക്കും നാളെ ഒരു കുറ്റബോധം ഉണ്ടാകുകയും ഞാനൊരു സ്റ്റെപ്പ് എടുത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലർക്കെങ്കിലും എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ, നമുക്ക് നഷ്ടപ്പെട്ടു പോയുള്ള അവസരങ്ങളെ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ ഈ ഒരു നവകേരള നവോദയ കലാകായിക സമിതിയുടെ നവോദയ കലാകായിക വേദിയുടെ ഈ ഒരു ബോധവൽക്കരണ ക്ലാസ് നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം നൽകാനും ആ വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിലും സുഹൃത്ത് ബന്ധത്തിനിടയിലും ജോലി സ്ഥലത്തും സമൂഹത്തിലും ഒക്കെ അനേകർക്ക് ഒരു വെളിച്ചമായിട്ട് തീരുവാനും ഒക്കെ ഈ പരിപാടി ദൈവനാഥനായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് പിന്നിലെ എല്ലാം ഓർഗനൈസ് ചെയ്ത ബിജുകൃഷ്ണൻ സാറും ടീമും അതുപോലുള്ള ഈ കലാകായിക വേദിയുടെ സുഹൃത്തുക്കളോട് സൗരങ്ങളോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെയും ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി, ക്ലാസ് നയിച്ച സാറിന് ഒത്തിരി നന്ദി. ഇതെല്ലാം ഇത്രയും ക്ഷമയോടെ, വളരെ ജിജ്ഞാസയോടെ, വളരെ അറ്റൻറ്റീവായിട്ട്, വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇത് നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പുതുവർഷത്തിൽ പുതിയ തീരുമാനത്തോടെ
ദൈവം നമുക്ക് തന്ന സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. മെഡിക്കൽ പെർസ്പെക്റ്റീവിൽ തൻ്റെ അനുഭവത്തിൽ നിന്നുമൊക്കെ നമുക്ക് അനുഗ്രഹീതമായ ക്ലാസ് തന്ന ബഹുമാന്യ ഡോക്ടർ സന്ദീപ് അവർകളോടുള്ള